റയൽ മാച്ചിന് മുമ്പേ റഫറിയെ പ്രഷർ ചെയ്തത് ആ മാച്ചിൽ വളരെ നന്നായി റയൽ മാഡ്രിഡിന് ഉപകരിച്ചു. റഫറിയെ ഇന്നലെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി. എന്ത് ചെയ്യണമെന്ന് അങ്ങേർക്ക് തന്നെ വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. അയ്യപ്പനും കോശിയും എന്ന ഫിലിമിൽ പറയുന്ന പോലെ, നീ നിന്റെ സകല പിടിപ്പാടും കളിച്ചു കഴിഞ്ഞ് എന്നെപ്പോലെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ കട്ടപ്പനക്ക് നീ പെട്ടിയിലേ പോകൂ. അതേപോലെയായിരുന്നു ഇന്നലെ കണ്ടത്. 8-2 മുറിപാട് ഇന്നും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ടീമിന്റെ കോച്ചായി കൊണ്ടുവരിക എന്ന് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. പ്രതാപകാലത്ത് ഓർമ്മകൾ അഴവിറക്കിയിരിക്കാനേ ഇനി യോഗമുള്ളൂ എന്ന് മനസ്സിൽ കരുതിയ നാളുകളായിരുന്നു. കാരണം തന്റെ കരിയറിന്റെ മോശം സമയത്താണ് ഹാൻസി ഫ്ലിക്ക് ബാർസലോണയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ എന്തത്ഭുതമാണ് കാണിക്കാൻ പോകുന്നത്, അതും ഈയൊരു ടീമിനെ വെച്ച്. ഏതൊരു ബാർസ ആരാധകനും ഉണ്ടാകാവുന്ന സംശയമായിരുന്നു ഇത്.